ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പുതിയ ഒരു വീഡിയോയുമായി ഞങ്ങൾ നിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ലേ, നീ എവിടെയായിരുന്നു? പറഞ്ഞിട്ടില്ല, തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ്. ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് ജൂൺ 21, 2025. ഈ വീഡിയോ എന്നാ പോസ്റ്റ് ചെയ്യാന്നറിയില്ല, അതാണ് ഡേറ്റ് ഇപ്പോഴേ പറയുന്നത്. ഫെബ്രുവരിയിൽ പോയ വീഡിയോ ഇതുവരെ പുറം ലോകം കാണാത്തോണ്ടും അതുകൊണ്ട് മടി ഇത്തിരി ഇല്ലാത്തതുകൊണ്ടും ഡേറ്റ് ഇപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു 3 days ട്രിപ്പാണ്. ഇന്ന് പോയിട്ട് ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് പോയിട്ട് ട്യൂസ്ഡേ രാത്രി തിരിച്ചു വരും. അപ്പൊ 3 ദിവസം നമുക്ക് ഫുൾ അവിടെ കറങ്ങാം. ഇപ്പോൾ നമ്മൾ DFW എയർപോർട്ടിലാണ്. ഇത് ഈ ന്യൂയോർക്കിലേക്ക് ഇവിടെ നിന്നൊരു 4 മണിക്കൂർ അടുപ്പിച്ച് ഫ്ലൈറ്റ് ട്രാവൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അവിടെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. ഓക്കെ. Airplane mode. എന്താ വാങ്ങണെന്ന് തീരുമാനമായ മോള്? നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി ചെക്കിനൊക്കെ ചെയ്ത് റൂമിലേക്ക് നടക്കുകയാണ്. ഈ ഹോട്ടൽ വരുന്നത് ക്യൂൻസ് എന്ന് പറയുന്ന ന്യൂയോർക്കിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മൾ ലാൻഡ് ചെയ്ത LG എയർപോർട്ടിനും മാൻഹാറ്റൻ സിറ്റിക്കും നടുക്കായിട്ട് വരും. അപ്പോൾ 2 സ്ഥലത്തേക്കും പോകാനായിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് ഒക്കെയാണ്. അത്യാവശ്യം നല്ല ഒരു റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ്. തന്നെ അയ്യോ വയ്യാണ്ടായി. ഒന്നും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ആണോ? നല്ല വൃത്തിയുണ്ട്. അതാ പറഞ്ഞത്. യെസ്, കമോൺ. ഇങ്ങോട്ടാന്ന് പറ. എന്ത് തിന്നാൻ? ചോറുണ്ണാനാ? കഞ്ഞി കുടിക്കാനാ? ചെല്ലി. നമ്മളിവിടെ അടുത്തൊരു ഹലാൽ ഫുഡ് ട്രക്കാന്ന് തോന്നുന്നു, എന്തൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നടന്നു പോകാനുള്ള വഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനെത്തി. ഇതൊരു ഫുഡ് ട്രക്കാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ ഭയങ്കര അടുത്തായിട്ടൊരു 9 minutes വാക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
യമ്മി. അപ്പോഴേക്കും പോയി ഫ്രെയിമിൽ കയറി. നമ്മളിപ്പോൾ തിരിച്ച് റൂമിലെത്തി. ഇനി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ന്യൂയോർക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് ന്യൂയോർക്ക് തെണ്ടൽ തുടങ്ങാണ്. റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇത് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ സെൻട്രൽ പാർക്ക് പോവും. പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോവും. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് എടുക്കാം. അപ്പോൾ രാവിലെ പാർക്കിൽ പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ മഴ ആയതുകൊണ്ട് പാർക്കിൽ പോക്ക് നടക്കില്ല. അപ്പോൾ ഇവിടുത്തെ ഇൻഡോർ ആക്ടിവിറ്റീസൊക്കെ ഒരു 10 മണിയായിട്ട് തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴ നേരത്തെ മാറാന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 10 മണിയാകുമ്പോഴായിരിക്കും ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ പോണ പ്ലേസ് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് സീരീസിൻ്റെ സെറ്റ് റീക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു എക്സിബിഷനാണ്. ഇത് ആക്ച്വലി ആ സീരീസിൻ്റെ 25th ആനിവേഴ്സറിക്ക് ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തൊരു എക്സിബിഷനായിരുന്നു. പിന്നെ ഇതിന് കിട്ടിയൊരു പോപ്പുലാരിറ്റി കാരണം ഇപ്പോഴും കണ്ടിന്യൂ ആണ്. ആൻഡ് ഇതിവിടെ മാത്രമല്ല, വേറെയും കുറേ പോപ്പുലർ സിറ്റീസിൽ പിന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ US കുറേ കൾച്ചറും കാര്യങ്ങളും എല്ലാം ഞാൻ പഠിച്ചത് ഈ സീരീസ് കണ്ടിട്ടാണ്. ഒരു 10 തവണയെങ്കിലും മിനിമം ഞാൻ അത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സീരീസാണ്. ഇപ്പോൾ US പോണേക്കാളും മുമ്പ് എനിക്ക് എന്തായാലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായ 2 പ്ലേസസിൽ ഒരെണ്ണമാണ് ഇത്. അപ്പോൾ ഫാൻസിൻ്റെയൊക്കെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ആൻഡ് ഇതിൽ ഓരോ റൂംസിൽ കയറുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇങ്ങനെ കുറേ കാലം ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമൊക്കെ ഉള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്കിത്. ഹലോ, ന്യൂയോർക്ക് ഫസ്റ്റ് ഡേ. നടന്ന് അയ്യാണ്ടായി. ഇടയ്ക്ക് കുറേ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇനി ഒരു 10 മിനിറ്റ് കൂടെ നടക്കാണ്ട്, കുറച്ചേരം നടന്നു തുടങ്ങിയിട്ട് 10 മിനിറ്റ് കൂടെ നടക്കാണ്ട്. ഓരോ വളവ് കഴിയുമ്പോഴും 10 മിനിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കാൻ പറ്റും. Woke up slow, windows wide, coffee's warm, light feels right. Just one text made me smile. Ain't love, just your style. Don't need much when you're near. I see more when you're here. Even silence feels like peace. Happiness starts with you, carry like melodies do. Didn't hand me a brand new world, just show my what's beautiful. Not someone to hold me up, just walking beside. അപ്പോൾ ഇതാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്ന സ്പോട്ട്, ചെൽസി മാർക്കറ്റ്. ഇത് പണ്ട് 1890s നബിസ്കോ എന്ന് പറയുന്ന ഒരു സ്നാക്സ് കമ്പനിയുടെ ഫാക്ടറി ആയിരുന്നു. ഈ ഒറിയോ ബിസ്ക്കറ്റ്സ് ഫസ്റ്റ് ഉണ്ടാക്കിയത് ആ ഫാക്ടറിയിലാണ്. പിന്നെ ആ ഫാക്ടറി ന്യൂയോർക്കിൽ നിന്ന് വേറെ എങ്ങോട്ടോ മാറിപ്പോയി. അത് കഴിഞ്ഞൊരു 30 years ഈ ബിൽഡിംഗ് വെറുതെ കിടന്നു. പിന്നെയാണ് ഇതിനെ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇൻഡോർ മാർക്കറ്റാക്കി ഇവർ മാറ്റിയത്. ഇവിടെ ആക്ച്വലി കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ യൂട്യൂബൊക്കെ നോക്കി മസ്റ്റ് ട്രൈ സ്പോട്ട്സ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വലിയ കൺഫ്യൂഷനൊന്നുമില്ല.
ഇവിടെ നിന്നാണ് ഇന്നത്തെ ലഞ്ച്. ലോസ് ടാക്കോസ് നമ്പർ 1. നമ്മൾ ബോർഡ് മാത്രം നോക്കി നടന്ന് ഇവിടെ എത്തിയതായിരുന്നു. പിന്നെയാണ് വന്ന വഴിയിലെ ക്യൂ മൊത്തം ഇവിടേക്കുള്ളതെന്ന് മനസ്സിലായത്. നമ്മളെപ്പോലെ യൂട്യൂബ് നോക്കി വന്നവരെല്ലാം ഇങ്ങോട്ടാണ് കയറണേന്ന് തോന്നുന്നു. നമ്മളപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ടാക്കോസും ബീഫ് ടാക്കോസും ആണ്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സുന്ദരനാണോ? സുന്ദരി. മുടിയൊക്കെ നീ കറുത്തല്ല. കരിവാളിച്ച് തവിടുപൊടി. രാത്രി വരെ കരിവളിച്ചിക്കണം. ഇനി അടുത്ത സ്ഥലത്തേക്കാ ഡോനറ്റ്സ് വാങ്ങിക്കാൻ പോവാം. പുള്ളടാ പുള്ളി. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അതിനകത്ത് തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ അടുത്ത സ്പോട്ട് ഈ കാണുന്ന ഈ ഒരു ബ്രിഡ്ജാണ്. ഇതൊരു ബ്രിഡ്ജല്ല, അങ്ങോട്ടേക്ക് കുറച്ചുണ്ട്. ഇത് പണ്ട് ഒരു റെയിൽവേ ട്രാക്കായിരുന്നു. അതിനവർ റിനോവേറ്റ് ചെയ്ത് ഒരു പാർക്കാക്കിയിരിക്കുന്നതാണ്. Sun is shining, sky so blue. Oh yeah. Pack your bags, let's break through. Friends are laughing, music high. Spring break. ഹൈലൈൻ കഴിഞ്ഞ് നമ്മൾ ഹഡ്സൺ യാർഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ബിൽഡിംഗ് ഇതാണ്. ഇതിൻ്റെ പേര് ദി ബ്ലൂംബർഗ് ബിൽഡിംഗ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഔട്ടർ ഷെല്ലുണ്ടല്ലോ, അത് മൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ വീൽസ് വെച്ചിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ. ആ വീല് വെച്ച് മൂവ് ചെയ്തിട്ട് ഈ ബിൽഡിംഗ് എക്സ്പാൻഡ് ചെയ്ത് 17,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ ബിൽഡിംഗ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. കണ്ടോ, വലിയ വീൽസ്. ഇതാണ് അടുത്ത ബിൽഡിംഗ്. ഇതിൻ്റെ പേരാണ് ദിവസ്. ഇതിൻ്റെയും ഒരു ആർക്കിടെക്ചർ ഒരു പ്രത്യേക രീതിക്ക് ചെയ്തേക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ളതാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇത് കാണാനായിട്ട്. ഇത് ഫുൾ സ്റ്റെയർസ് ആണ്. സ്റ്റെയർ കയറി മേളിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ഒക്കെ ആയിരിക്കും. പക്ഷെ അത്ര സ്റ്റെയർ കയറാനുള്ള ഒരു സ്റ്റാമിന ഇപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ താഴെ നിന്ന് കാണും. ഇവിടെ ലിഫ്റ്റ് കയറാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. എനിക്ക് കാലുവേദന എടുത്തിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാനിരുന്നതായിരുന്നു. വീഡിയോയിൽ പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ടെങ്കിലും നമ്മൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നിട്ടാണ് ഓരോ സ്പോട്ടിലെത്തുന്നത്. ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്, ബോട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സീറ്റിങ്സ് ഒക്കെ കുടയൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൈബുള്ള സ്ഥലം.
ഇങ്ങോട്ട് മേളിൽ പോകാൻ മാത്രം ലിഫ്റ്റ് കിട്ടിയുള്ളൂ. താഴത്തേക്ക് വരാൻ ലിഫ്റ്റ് കിട്ടിയില്ല. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങാം. ഈ ഒരു സ്പോട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് ടൈംസ് സ്ക്വയർ. അമേരിക്ക എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഈ ടൈംസ് സ്ക്വയറിൻ്റെ ആയിരിക്കും. ഇത് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല ഭംഗിയുമാണ് കാണാൻ. നമ്മുടെ അടുത്ത സ്പോട്ട് ടോപ്പ് ഓഫ് ദ റോക്ക് അറ്റ് റോക്കഫെല്ലർ സെൻറ്റർ. ഇവിടുത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് ന്യൂയോർക്കിൻ്റെ നൈറ്റ് വ്യൂ കാണലാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഈ ഒരു ബിൽഡിംഗ് സിറ്റിയുടെ നടുക്കായതുകൊണ്ട് നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ രാവിലെ മഴ കാരണം കാണാൻ പറ്റാതെ പോയ സെൻറ്റർ പാർക്കും നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സംഭവം എന്നുള്ളത് ഒരു 1931 തുടങ്ങി 1970 വരെ ഒരു അറൗണ്ട് 40 ഇയേഴ്സ് ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ടായിരുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങും നമുക്കിതിൻ്റെ മേളിൽ നിന്ന് കാണാൻ പറ്റും. ഈ വ്യൂ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് ശരിക്കറിയില്ല. ഞങ്ങളൊരു 2 hours കഴിഞ്ഞിട്ടാണ് ഒന്ന് താഴേക്ക് ഇറങ്ങിയത്. ഡിന്നർ കഴിക്കാൻ നമ്മൾ വന്നത് ജോയ്സ് പിസ്സയിലാണ്. ഇതും ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിട്ടുമായിരുന്നു ന്യൂയോർക്ക് ചീസ് പിസ്സ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ അതും നടന്നു. ഇവിടുത്തെ ബിൽ ബോർഡ്സും പിന്നെ ഈ വഴിക്കോടെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ ശരിക്കും സമയം പോകുന്നൊന്നും അറിയില്ല. വെളുപ്പിനൊരു 2:30-3 മണി വരെ നമ്മൾ ഈ ടൈംസ് സ്ക്വയറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡേ 1 ഇവിടെ കഴിഞ്ഞു. ബാക്കി സ്ഥലങ്ങളായി ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.